ഹൈക്കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും നടി ഹണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ ബേബി ചെമ്മണ്ണൂർ ഇന്ന് ജയിലിൽ നിന്നും പുറത്തു വരില്ല. റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത മറ്റ് തടവുകാർക്ക് താൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പുറത്തുവരില്ലെന്ന് അദ്ദേഹം അഭിഭാഷകരെ അറിയിക്കുകയായിരുന്നു. ഇത്തരം തടവുകാർ പുറത്തിറങ്ങും വരെ താനും ജയിലിൽ കഴിയുമെന്ന് തുടരുമെന്നാണ് ബേബി ചെമ്മണ്ണൂർ പറഞ്ഞത്. അഭിഭാഷകൻ ഇല്ലാതെയും ബോണ്ട് തുക കെട്ടിവയ്ക്കാൻ കഴിയാതെയും നിരവധി പേർ ജയിലിൽ കഴിയുന്നുണ്ടെന്നും ഇവർ പുറത്തിറങ്ങും വരെ താനും ജയിലിൽ കിടക്കുമെന്നാണ് കാക്കനാട് ജയിലിലേക്കുള്ള ബേബി അഭിഭാഷകരെ അറിയിച്ചത്. ജയിലിൽ കഴിയുന്ന ബേബി ചെമ്മണ്ണൂർ നാളെ പുറത്തിറങ്ങുമോ എന്ന കാര്യം വ്യക്തമായിട്ടില്ല. ലൈംഗികാക്രമണ കേസിൽ ബേബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഉത്തരവ് വൈകുന്നേരം പുറത്തിറങ്ങുമായിരുന്നു. പ്രാഥമിക ദൃഷ്ട്യാ കുറ്റം നിലനിർത്തുമെന്ന് വിലയിരുത്തിയ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സമയത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ബേബി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ബേബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാൻ മെൻസ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനാ നേതൃത്വ പ്രവർത്തകർ കാത്തുനിൽക്കുകയാണ്. 5000 രൂപയുടെ ആൾജാമ്യം നൽകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സാമാന്യമായ കുറ്റം ആവർത്തിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും ഉത്തരവിലുണ്ട്. അമേരിക്കൻ മോട്ടിവേഷൻ സ്പീക്കർ ആയ ഡോക്ടർ സ്റ്റീവ് മറോബേളിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ പരാമർശങ്ങൾ. ഒരു സ്ത്രീയുടെ രൂപം കൊണ്ടാണ് നിങ്ങൾ അവളെ വിലയിരുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അത് നിങ്ങളെ തന്നെയാണ് വിലയിരുത്തുന്നതെന്നും ഉത്തരവിൽ പറയുന്നു. വ്യത്യസ്തമായ ശരീരപ്രകൃതി ഉള്ളവരാണ് മനുഷ്യർ. ചിലർ തടിവെച്ചവരാകാം, ചിലർ മെലിഞ്ഞവരാകാം. പക്ഷേ അതിൻ്റെ പേരിൽ ബോഡി ഷെയ്മിംഗ് നടത്തുന്നത് ശരിയല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ബോഡി ഷെയ്മിംഗ് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. മറ്റൊരാളുടെ ശരീരത്തെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നത് ശരിയല്ല. മറ്റൊരു പുരുഷനെക്കുറിച്ചോ സ്ത്രീയെക്കുറിച്ചോ ഇത്തരം പരാമർശങ്ങൾ സമൂഹത്തിൽ ഒഴിവാക്കണം. സാമാന്യമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകന്റെ ഉറപ്പുകൂടി പരിഗണിച്ചാണ് ജാമ്യം നൽകുന്നതെന്നും കോടതി വ്യക്തമാക്കി. പ്രതിഭാഗവാദം നിലവിൽ അംഗീകരിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു.